അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും ഞങ്ങളുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഒരു അടിപൊളി കിടുക്കാച്ച് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ബർഗർ ഉണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സാധന സാമഗ്രികളെല്ലാം ഇവിടെ സെറ്റായി കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ചങ്ക്, നമ്മുടെ ഫെബിൻ ബ്രോ, അതായത് ഞങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾ ഷോർട്ട് ഫിലിമൊക്കെ കാണുമ്പോൾ അറിയാം, അതിനകത്ത് ഫെബിൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വൈഫ് ഇവിടെ കേക്കൊക്കെ ഉണ്ടാക്കി തകർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറുതായിട്ടൊരു ബർഗർ, അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഈ ബർഗർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ നല്ല അഭിപ്രായമായിരുന്നു. നമ്മുടെ ചങ്ക് മനിമോനും സോഫിമോളും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ കലാപരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ ചങ്ങായിമാരെ, നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. നമ്മുടെ സ്റ്റൗ, ഇലക്ട്രിക് സ്റ്റൗ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിന് വേണ്ട സാധന സാമഗ്രികൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നെന്ന് പറഞ്ഞത് നമ്മുടെ മൊസറല്ല ചീസ്, പിന്നെ നമ്മുടെ ലത്തീഫ്, അതായത് നമ്മുടെ ലെച്ചൂസ്, പിന്നെ നല്ല ഫ്രഷ് ആപ്പിൾ, നല്ല സാധനം ഫ്രഷ് ആപ്പിൾ, പിന്നെ നമ്മുടെ തക്കാക്കിലോ മുക്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി നല്ല സ്ലൈസായിട്ട് അരിഞ്ഞത്. ഇത് അരിഞ്ഞത് നമ്മുടെ സോഫിമോളാണ്. പിന്നെ ഇത് നല്ല ചീസ് സ്ലൈസ്, പിന്നെ അൽമറായുടെ തന്നെ നമ്മുടെ ബട്ടർ. അത് ഫുള്ള് ബട്ടർ വെച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞ് ഫുള്ള് റിച്ചാന്ന് പറയാൻ കാര്യം. മൊത്തം ബട്ടർ കൊണ്ടുള്ള കളിയാണ്. അതൊക്കെ വഴിയെ ഞാൻ മനസ്സിലാക്കി തരാം. ഇത് നമ്മുടെ അങ്കിൾ ബണ്ണിൽ ലാലേട്ടന് ഉപയോഗിച്ച ബണ്ണാണ്. ബണ്ണെന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാന്ന് പറയും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നുമല്ല, ഇത് നല്ല ഫ്രഷ് സാധനം നമ്മുടെ സുൽത്താനിൽ നിന്ന് മേടിച്ചാണ്. മങ്കഫ് സുൽത്താൻ, ഇവിടെ കോയിലുള്ളവർക്കറിയാം. അപ്പോൾ ഇത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ആയിട്ടുള്ള നമ്മുടെ ലേസ്, ഇതൊക്കെ ഇതിൻ്റെ മെയിൻ സാധനങ്ങളാണ്. ഇതൊക്കെ വരുമ്പോഴാണ് ഹെവി ആകത്തുള്ളത്. നമ്മളെ സവാള കുനുകുന അരിഞ്ഞത്, പിന്നെ ഇത് മയണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു നല്ല കോമ്പിനേഷനായിട്ട് നല്ല റിച്ച് സാധനം. പിന്നെ നമ്മുടെ മെയിൻ സാധനം, അതായത് ബ്രെഡഡ് ബർഗർ, സാദിയുടെ ബ്രെഡഡ് ബർഗറാണ്, ചിക്കൻ ബർഗർ. ഓക്കെ, അത് വരണം. പിന്നെ നമ്മുടെ ബ്രൗൺ ഷുഗർ, മറ്റേ കഞ്ചാവൊന്നുമല്ല കേട്ടോ, ശരിക്കും പഞ്ചസാരയാണേ, ബ്രൗൺ ഷുഗർ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു സങ്കരയിനാണ്, മൊത്തത്തിലൊരു റിച്ച്. ഇതൊക്കെ അങ്ങോട്ട് ചേർന്ന് കഴിയുമ്പോൾ ആ ഒരു റിച്ച്നെസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ഇനി ഫ്രൈയിങ് പാൻ വെച്ച് ഇത് അങ്ങോട്ട് ചൂടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഇടുകയാണ്. കുറച്ചിട്ട് അങ്ങോട്ട് ഒഴി വരട്ടെ, ഇതൊന്ന് മെൽറ്റായി വരണം. ആഹാ, എന്താ മണം! ആ ബട്ടർ ഇങ്ങനെ വരുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, എൻ്റെ സാറേ. ഞാൻ പറഞ്ഞ ബ്രെഡഡ് ആയിട്ടുള്ള ചിക്കൻ ബർഗർ നൈസായിട്ട് അങ്ങോട്ട് ഇടാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി. തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇവനെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകും. ബട്ടറൊക്കെ അങ്ങോട്ട് കയറി അതിന് നല്ല ഒരു ഫ്ലേവർ വരും. കാരണം അത് ബട്ടറിൽ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ബട്ടറിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ബട്ടർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു റിച്ച്നെസ് വന്നോളും, ഓട്ടം നമുക്ക് തന്നെ ആ ഒരു സാധനം കിട്ടിക്കോളും. എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല ഫില്ലറ്റ്, നല്ല അടിപൊളി, നല്ല മൊരിഞ്ഞ, നല്ല മറ്റേ ചിക്കൻ കട്ട്ലേറ്റ് മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പക്ഷേ ചിക്കൻ കട്ട്ലേറ്റ് അല്ല കേട്ടോ, ഇത് ബർഗറിനുള്ള അതിൻ്റെ ഫില്ലറ്റാണേ, ആരും തെറ്റിദ്ധരിക്കരുതേ. അപ്പോൾ ഇതങ്ങനെയാണ് സാധനം. അപ്പോൾ നമുക്ക് ഇതിട്ട് ഇനി അതുപോലെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി നമ്മൾ എടുക്കുന്നതായിരിക്കും. കാരണം അപ്പുറമൊക്കെ നമുക്ക് സെർവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് കൊടുക്കണം. അപ്പം അതിലേക്ക് നമ്മൾ കിടക്കാം. നമ്മളിപ്പോൾ കുറേ സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബട്ടർ തീരുന്നതനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കണം. കാരണം അത് ബട്ടറിൽ കിടന്ന് ഇത് സെറ്റായാലും അതിൻ്റെ നമുക്ക് ആ ഒരു പറയാം, അതിൻ്റെ പേര് പോലെ തന്നെ മുമ്പ് പറഞ്ഞാൽ ഹെവി ആയിട്ട് നമുക്ക് ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആപ്പിൾ നമുക്കിതൊന്ന്, കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ ആപ്പിൾ വെച്ചിട്ടൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ആപ്പിൾ ചെറിയ സൈസ്, നല്ല ചെറിയ കുനുകുനാന്നാക്കി അരിയണം. അരിഞ്ഞിട്ട് ഈ ആപ്പിളും ആ സവാള എല്ലാം കൊണ്ടിട്ടൊരു ഒരു കിടിപിടി പ്രയോഗമുണ്ട്. അപ്പോൾ അത് നമുക്ക് ആപ്പിൾ ഇനി അതങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് സംഭവം ഇതിനായിട്ട് കഴുകി വെച്ച സാധനമാണ് ആപ്പിൾ. അപ്പോൾ നമ്മുടെ നമ്മുടെ ചിക്കൻ ബർഗറിൻ്റെ ഫില്ലറ്റ് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. നല്ല ഇങ്ങനെ കുനുകുന നമ്മുടെ സവാള അരിയുന്നില്ല, സവാള ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് അരിയുക. പിന്നെ ചെറിയ ബർഗറാണ്, അപ്പോൾ അതിനകത്ത് കിട്ടാൻ വേണ്ടി ഇതിങ്ങനെ അരിയാം. നമ്മുടെ ആപ്പിൾ കണ്ട് കുനുകുന അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കലാപരിപാടി, അതായത് സവാള ആപ്പിളൊക്കെ ഇട്ടുള്ള ഒരു കുമ്പടി പ്രയോഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് നമുക്ക് തന്നെ ബട്ടർ, അതിന് വേണ്ടി ഇതെല്ലാം ബട്ടറിലുള്ള കളിയാണ്. അപ്പോൾ ബട്ടർ കുറച്ച് അങ്ങോട്ട് ഇടണം.
ബട്ടർ ഇടുക. ഇത്ര ഇച്ചിരി നല്ലോണം തട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് ഇത്രയും സവാളയുണ്ട്, ഇത്രയും ആപ്പിളുണ്ട്, ഇത് മൊത്തം ഇതായി വരണം. അപ്പോൾ അതിന് നമ്മൾ അത്യാവശ്യം ബട്ടർ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ എണ്ണയ്ക്ക് വരെ ഓയിലിന് വരെ നമ്മൾ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. എന്നാലും അതിൻ്റെ ആ ഒരു സംഭവം അങ്ങോട്ട് സെറ്റാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സവാള തട്ടി തുള കയറ്റി ഇനി നാളെ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. നമ്മുടെ നല്ല ബട്ടർ നല്ല ചൂടായി നല്ല മെൽറ്റായി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി സവാള വയ്യെ മൊത്തം അങ്ങോട്ട് തട്ടിയേക്കാം. അപ്പോൾ സവാള വഴറ്റിയെടുക്കൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളിയൊക്കെ അങ്ങോട്ട് വഴണ്ട് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു സാധനമുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞാൽ നമ്മുടെ ബ്രൗൺ ഷുഗർ കുറച്ച് ഇതിനകത്തോട്ട് ഇടണം. എന്നാൽ ആ ഒരു ക്യാരമലൈസ് ആവുള്ളൂ ബ്രൗൺ ഷുഗർ. കാരണം നമ്മുടെ സാധാ ഷുഗർ ഇടാം, പക്ഷേ ബ്രൗൺ ഷുഗർ ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ഹെവി ആകത്തുള്ളൂ, നല്ല ഒരു കിഡിലോസ്കി ഫീൽ കിട്ടുള്ളൂ. നമ്മൾ അളവൊന്നുമില്ല, നമ്മളെ രൂപത്തിന് അങ്ങ് തട്ടുക. അത്ര ഉള്ളതുകൊണ്ട് അത്യാവശ്യം വേണ്ടിയിടുകയാണ്. നമ്മൾ ഏറെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 10-18 സാധനം ബണ്ണ് എല്ലാം കൂടെ നമ്മൾ ഇപ്പോൾ ഇതൊന്ന് നൈസായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ആണ് ഇതൊന്ന് ക്യാരമലായി ആ ഒരു സെറ്റപ്പ് ഇടണം. പിന്നെ ഫ്രൈയിങ് പാന് ഇച്ചിരൂടെ ചെറുത് കിട്ടുമെന്ന് നോക്കി, പക്ഷേ കിട്ടിയില്ല. ഉള്ളതിൽ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സാധനമൊക്കെ എവിടെ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലിപ്പമുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് അല്ല, ജസ്റ്റ് കുറച്ച് പേർക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഇച്ചിരി ഹെവി ആയിട്ട് ആക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മളേറെ സവാള ആപ്പിളും ഒക്കെ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്യാരമലായി എടുത്ത് കഴിഞ്ഞിട്ട് വേണം, ഇതൊന്ന് സെറ്റായി അങ്ങോട്ട് ക്യാരമലായി വന്നിട്ട് വേണം നമുക്ക് ആപ്പിളും കൂടെ. അത് ആപ്പിൾ ഫൈനലായിട്ട് നമ്മൾ ലാസ്റ്റാണ് ആപ്പിൾ വന്നിട്ടൊന്ന് ഇതെടുക്കുന്നത് നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് വഴണ്ട് വരണം, ഒന്ന് ബ്രൗണിഷ് കളറൊക്കെ ഒന്നായി വരണം, ക്യാരമലായി വരണം. അങ്ങനെ നമ്മുടെ സാധനം നല്ല ക്യാരമലായി നല്ല ബ്രൗൺ കളർ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഉണ്ടോ ഉള്ളി, നേരത്തെ നല്ല ഉള്ളി ഇങ്ങനെ അങ്ങ് വിരിഞ്ഞ് നിൽക്കുമായിരുന്നു, ഇപ്പോൾ ഉള്ളി അങ്ങ് ചെറുതായി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ആപ്പിൾ നമ്മൾ മുമ്പ് കുനുകുനാന്ന് അരിഞ്ഞ സാധനം നമ്മൾ ഇതിനകത്തോട്ട് ഇനി തട്ടി കൊടുക്കാൻ പോകണം. അപ്പോൾ ഇതങ്ങോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി, അധികം നേരം ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആപ്പിളും കൂടെ വന്നപ്പോഴത്തേക്ക് സവാളയുടെ ആ ഒരു ഇതങ്ങ് മാറി കിട്ടി. സവാള ചുരുങ്ങിന്ന് അങ്ങ് ഇതിപ്പോൾ കണ്ട നിറഞ്ഞു നിന്നോളൂ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി ആ ഉള്ളി ഇതും കൂടെ ഒന്ന് സെറ്റാക്കുക. ഇത്രേ ഉള്ളൂ. ഒന്ന് സംയോജിപ്പിച്ചെടുക്കുക. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയല്ലേ, അങ്ങനെയാണെന്ന് തോന്നിട്ടാ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. അതായത് ആപ്പിൾ ഇതിനകത്ത് വന്നിട്ട് ഇളക്കി അധികം നേരം വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. ബണ്ണ് വാങ്ങിച്ചത് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി. ഇനി ഇതിനകത്ത് ബട്ടറിനകത്തിട്ട് അതൊന്ന് മുരിച്ചെടുക്കണം. നമ്മളെ ഫില്ലറ്റ് എടുത്ത പോലെ, ചിക്കൻ ഫില്ലറ്റ് എടുത്ത പോലെ അത് എടുക്കുക. അപ്പോൾ നമ്മൾ ആ സെയിം നമ്മുടെ ആപ്പിളും ഉള്ളിയൊക്കെ കൂടെ സെറ്റാക്കി ആ സെയിം ഫ്രൈങ് പാൻ അതിനകത്തുള്ള സാധനമെല്ലാം നമ്മളിത് ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സാധനം സെറ്റായിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബണ്ണ് ഇടാൻ വേണ്ടി എന്താണ് നമ്മുടെ ബട്ടർ അങ്ങോട്ട് ഇടാൻ പോകണം. ബട്ടർ ഇട്ടിട്ട് ആ സൗണ്ട് കേട്ടോ, ഹൈവ മോനെ. ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബണ്ണ് നമ്മൾ സൈസാക്കി. ഇപ്പോൾ ബണ്ണ് നമ്മുടെ വയറും കൂടെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഇടില്ല, ചിലപ്പോൾ നമ്മുടെ വയറ് തള്ളി നിൽക്കുന്നുണ്ടേ, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് തന്നെ ബണ്ണ് അങ്ങോട്ടിട്ട് നമുക്ക് പയ്യെ തിരിച്ചു മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുക. അത്രേ ഉള്ളൂ, മരിച്ചൊന്ന് എടുക്കുക. നമുക്ക് തന്നെ ഈ തവി തന്നെ ഇട്ട് ഒരു പിടി ജസ്റ്റ് ഒന്ന് ഇതാക്കുക, ഒന്ന് ഇടുക, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ബണ്ണ് നമ്മുടെ പരിപാടി ഒന്ന് മരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ചെറിയൊരു ലാസ്റ്റ് കലാപരിപാടിയിൽ കിടക്കണം. എന്ന് വെച്ചാൽ മുട്ട വെച്ചിട്ടൊരു ചെറിയ പരിപാടിയുണ്ട്. അതായത് മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിക്കുക 1 by 1. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പണി വാളും. അങ്ങനെ
നമ്മൾ മുട്ട എല്ലാം അങ്ങോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് തീ കുറച്ച് വെക്കണം. കാരണം എന്താ വെച്ചാൽ അന്ന് ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഓംലെറ്റ് ആയി പോകും. അപ്പോൾ ഓംലെറ്റ് ആവരുത്, ജസ്റ്റ് എന്താ പറയുക ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുന്ന ഒരു പരുവമായി വന്നിട്ടുണ്ട്. ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ചീസ് ആഡ് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ, ചീസ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ചീസ് ആഡ് ചെയ്തിട്ട് നൈസായിട്ട് ചീസ് ആ മുട്ടയും കൂടെ അങ്ങോട്ട് പിടിച്ചിട്ട് അതങ്ങോട്ട് അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കറക്കി പിടിച്ച ഒരു പെടുത്ത അങ്ങോട്ട് പിടിക്കും. അങ്ങനെ വഴറ്റി അങ്ങോട്ട്. അത് നമ്മുടെ മനുമോനെ ഇവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നീ ഇങ്ങനെ ഇളക്കുക, നീ അങ്ങനെ ഇളക്കുക, അവർക്ക് പറയുന്നില്ലെന്നേ ഉള്ളൂ. അവസാനത്തെ നമ്മുടെ മിനുക്ക് പണിക്കുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള ലാസ്റ്റ്, അതായത് ആപ്പിളിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു നമ്മളൊന്ന് സെറ്റാക്കി നമ്മൾ ബട്ടറിൽ മൂപ്പിച്ചെടുത്തു. പിന്നെ നമ്മുടെ അതിൻ്റെ ഫില്ലറ്റ് അത് മൂപ്പിച്ചെടുത്തു. അപ്പോൾ ഇതിനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു 7:30 ആയപ്പോൾ തുടങ്ങിയതാണ്. 10:20 പറഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്ര മണി മോനെ? 10:30 ആവും. ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യണമല്ലോ, ആണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനി നമുക്ക് ബർഗർ ബണ്ണൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് സെറ്റാക്കാൻ തുടങ്ങാം. സാധനങ്ങളെല്ലാം സെറ്റായി മുമ്പേ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഫില്ലറ്റ്, പിന്നെ ലേസ് ഞാനെടുത്ത് അതങ്ങോട്ട് പൊടിച്ച് നല്ല പപ്പടം പൊടിയുന്ന മാതിരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീസും മുട്ടയൊക്കെ കൂടി ഇട്ടിട്ട് ഒരു കിടിപിടി പ്രയോഗം സാധനം അത് നമ്മളിവിടെ സെറ്റാക്കി അതുകൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബർഗറിന് വേണ്ട മെയിൻ സാധനമായ ബണ്ണ് ഇവിടെ നമ്മൾ മരിച്ച് നല്ല സെറ്റാക്കി അതുകൂടെ വെച്ചിട്ടുണ്ട്. എല്ലാം ബട്ടറിലാണ് കേട്ടോ, ബട്ടർ വിട്ടുള്ളൊരു കളിയില്ല. പിന്നെ നമ്മൾ ആപ്പിളും സവാളയും ഒക്കെ കൂടെ അങ്ങോട്ട് വഴറ്റി മറ്റേ ബ്രൗൺ ഷുഗറിലെടുത്ത ആ സാധനം അത് കണ്ടിവിടെ ഇങ്ങനെ നല്ല കാരമലൈസ് ആയിട്ടുള്ള സാധനം അതിവിടെ സെറ്റ്. പിന്നെ നമ്മുടെ മയണൈസും കെച്ചപ്പും അത് ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മൾ ഹെൻസിൻ്റെ സാധനമാണ് ഉപയോഗിച്ചേക്കുന്നത്. രണ്ടും ഹെൻസിൻ്റെ ടൊമാറ്റോ കെച്ചപ്പും അതെ മയണൈസും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ, നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തല്ല, ഇത് രണ്ടും കൂടെ അതിനകത്തിട്ട് ഇളക്കി നല്ല പരുവത്തിന് നല്ല ഇതായിട്ട് നല്ല ദോശമാവ് പോലെ ഇരിക്കും. അപ്പോൾ അതങ്ങനെ ഇളക്കി അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട്. തക്കാളി അവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഓർഡർ ഞാൻ നിങ്ങളെ കാണിക്കാതെ എങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു ബണ്ണ് വെച്ചിട്ട് അതിനെ മണ്ടയ്ക്ക് ഇതങ്ങനെ ആ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, അലങ്കോലപ്പണി. ഇനി അതിലേക്ക് നമുക്ക് കിടക്കാം. ബണ്ണെടുത്തു, മൊരിഞ്ഞ ബണ്ണ്, നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ബൺ, ക്രിസ്പി ഒന്നും കേട്ടോ, നല്ല ബട്ടറിൽ അങ്ങോട്ട് മൊരിച്ചെടുത്തു അത്ര തന്നെ. അപ്പം ഇത് നമ്മളിവിടെ വെച്ചിട്ട് ഇനി നമ്മുടെ അതായത് നമ്മുടെ ടൊമാറ്റോയും മയണൈസും കൂടെ, ടൊമാറ്റോ കെച്ചപ്പും മയണൈസും കൂടെ മിക്സ് ചെയ്ത സാധനം ജസ്റ്റ് ഒന്ന് തേച്ചൊന്ന് പിടിപ്പിക്കണം. പിടിപ്പിക്കുന്നു. ഇനി നേരെ നമ്മുടെ ചിക്കൻ ഫില്ലറ്റ് നമ്മൾ മൊരിച്ചെടുത്ത സാധനം അത് നമ്മൾ ഇതിനെ മണ്ടക്കോട്ട് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ലെച്ചൂസായിട്ടിനെ ഇല വേണം. ഇല ശരിക്കും കാരണം ഒന്നാമത് ബട്ടറിലൊക്കെ ഇട്ടാൽ, അപ്പോൾ ഈ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട്, എല്ലാം ഹെൽത്തി തന്നെ, ഇത് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഹെൽത്തിനെസ് കുറച്ചുകൂടെ കൂടും ഈ ഇലയും കൂടെ ഉണ്ട്. അപ്പോൾ ലെച്ചൂസിനെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇച്ചിരി കൂടുതലിരുന്നെന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അതിനെ അങ്ങോട്ട് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ മറ്റേ സാധനം, ഇത് നമ്മുടെ ആപ്പിളും സവാളയൊക്കെ ഇട്ട് നല്ല കാരമലൈസ് ചെയ്ത സാധനം അത് ഇച്ചിരി അതിനെ മണ്ടയ്ക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു. കുറച്ച് ആപ്പിളൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം, അതായത് നമ്മൾ കടിക്കുമ്പോൾ കിട്ടണ്ടേ, ആ ഒരു ഇച്ചിരി അങ്ങോട്ട് വെച്ച് സാധനം സെറ്റ് ചെയ്തു. നമ്മുടെ ചീസ് സ്ലൈസ് ചെയ്തത് നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. നമ്മൾ അൽമറയുടെ ആണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അൽമറയുടെ ചീസ് സ്ലൈസ് ചെയ്തത് അത് ഇങ്ങോട്ട് പൊട്ടിച്ച് ഇതിനെ മണ്ടയ്ക്കോട്ട് ഒരെണ്ണം അങ്ങോട്ട് വെക്കുക. നല്ല രീതിയിൽ അങ്ങോട്ട് നൈസായിട്ടില്ല പാവിരിക്കുന്നവരെ നമ്മളങ്ങോട്ട് വിരിച്ചങ്ങോട്ട് വെച്ചു. ഇനി എന്താണ്, ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ അതുകൊണ്ട് നമുക്ക് ലേസ് വെക്കാം. ലേസ് ജസ്റ്റ് ഉണ്ടാകും, കുറച്ചൊക്കെ താഴെ പോവും. നമ്മുടെ സ്ലൈസ് ചെയ്ത ചീസിനെ മണ്ടേക്കോട്ടെ അത് അന്നേരം ഒട്ടി പിടിച്ച് അവനെ അവിടെ ഇരുന്നോളും. എന്നാൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ആ ഒരു ടൊമാറ്റോയുടെ കെച്ചപ്പിൻ്റെ ലേസാണ് കേട്ടോ, അതാകുമ്പോൾ കുറച്ച് നമുക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉണ്ടെങ്കിൽ ഇനി വീണ്ടും നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ലത്തീഫ് ഏട്ടനെ, നമ്മുടെ ചങ്കിനെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ വെക്കും.
ഇനി നമ്മുടെ കിലോ മുക്കാളി, അതായത് നമ്മുടെ തക്കാളി, നമ്മുടെ സോഫി മോള് നൈസായിട്ട് അരിഞ്ഞ് വെച്ച് നമ്മുടെ തക്കാളി അതിനെ മണ്ടക്കിട്ട് വെക്കുന്നു. തക്കാളി വെച്ചിട്ട് ഓക്കെ, തക്കാളി വെച്ചിട്ട് ഇനി നമ്മുടെ മറ്റേ മുട്ടയുടെ ആ ഒരു സംഭവം അത് കുറച്ച് മതി, അതും ജസ്റ്റ് അങ്ങോട്ട് വെച്ചിട്ട് ഓക്കെ, അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് അമക്കിയിട്ട് അതിനെ മണ്ടയ്ക്കോട്ട് ഇച്ചിരി സോസും കൂടെ, അതായത് നമ്മുടെ സോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മയോണൈസും അതായത് നമ്മുടെ കെച്ചപ്പും കൂടെ കുറച്ചുകൂടെ ഒന്ന് ആ ഒരു റിച്ച്നെസ് അങ്ങോട്ട് കിട്ടട്ടെ. എന്നാൽ അങ്ങോട്ട് മേളിലോട്ട് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം. അപ്പോൾ സാധനം ഏകദേശം സെറ്റായി. ഇനി നമ്മുടെ മെയിൻ ഇതിൻ്റെ ടോപ്പ് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ വെച്ച് ഇതിൻ്റെ മണ്ടക്കോട്ട് വെച്ച് ഇതിനെ അടയ്ക്കാൻ പോവാണ്. അടയ്ക്കുമ്പോൾ നല്ലോണം അമക്കി അടയ്ക്കണം, എന്നാലേ സാധനം താഴോട്ട് അങ്ങോട്ട് അലിഞ്ഞിറങ്ങോളൂ. കണ്ടോ, മൊത്തം നല്ല ജ്യൂസി ആയിട്ടുണ്ട് സാധനം. കണ്ടോ, എല്ലാം കൂടെ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് സാധനം തക്കാളി ആപ്പിളും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. ഇനി വായിൽ ഒതുങ്ങുമെന്നുള്ളത് നോക്കാം. മോനെ ഹെവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി, നല്ല റിച്ച് സാധനം. ആ ലേസും ആ ചീസും നമ്മൾ താടിയിലും മുഖത്തല്ലേ ഒഴിച്ചിറങ്ങുന്നുണ്ടാവും. കാരണം അതുപോലെ ആ ആപ്പിളൊക്കെ കടിക്കുമ്പോണ്ടല്ലോ വേറൊരു ഫീലാണ്. ലെയറായിട്ടിരിക്കുന്നുണ്ടോ? ഹെവി സാധനം മച്ചന്മാരെ, ഹെവി സാധനം. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി നമ്മുടെ മനുമോനും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അടുത്ത നമുക്ക് മനുമോന് വേണ്ടി ഒന്ന് സാധനം സെറ്റാക്കാം. അങ്ങനെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല, നമ്മളെ തട്ടിപ്പറിച്ചുകൊണ്ട് പോവാ, അതാണ് വേറെ കാര്യമില്ല. ഞാൻ വേറൊരെണ്ണം എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കണ്ടേ? കഴിക്കി. അച്ഛൻ നേരത്തെ കഴിച്ചിട്ടുള്ളതാണ്. ഞാനുണ്ട് പോനെ, പറഞ്ഞോ. ഇറങ്ങാങ്ങട്ടെ, ഇറക്കാൻ കേട്ട്. വെരി ജ്യൂസി, നല്ല ആ ആപ്പിളിന്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. അതാണ് പ്ലസ് മുട്ടയും ആ ചീസ് എല്ലാം കൂടെ ഉള്ളതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ തക്കാളി ലെറ്റൂസിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. പിന്നെ സോസാണ് മെയിൻ ആയിട്ട്. ആ മയണൈസും ടൊമാറ്റോ കെച്ചപ്പോടെ അതിന്റെ ആ ഒരു സങ്കര എന്റെ ഒരു ഫേവറേറ്റ് തന്നെയാണ്. പെർഫെക്റ്റ്. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ്. ഓക്കെ, എല്ലാരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ്. അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. വിളിച്ചാളേ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ വായിക്കൂടെ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മനുവിടെ നമ്മുടെ മോനൊക്കെ കേശുമോനൊക്കെ അവിടെ ആകെ ബഹളം തുടങ്ങി. അപ്പോൾ ഇനി ഇതിവിടെ നിർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആകെ കലാപം ആയി മാറും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബാക്കി എല്ലാവർക്കും ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഹോംലിയാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല റിച്ചായിട്ട് നല്ല ടേസ്റ്റിയാണ് സംഭവം, നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ ഞങ്ങൾ അറിയിക്കണം, എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങളതൊന്ന് കാരണം നമുക്ക് ആ ഒരു സജഷൻ തീർച്ചയായിട്ടും വേണമല്ലോ. അതാണ് കേസുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ വന്ന് ആശാനോട് വലിയ ക്യൂ നിൽക്കാൻ തുടങ്ങി. ആശാനെ ഒരു വിധത്തിൽ പിടിച്ച് നിർത്തിയാണ് നമ്മൾ. അപ്പം എല്ലാ ചങ്ങായിമാർക്കും, എല്ലാ ചങ്കത്തികൾക്കും നല്ലൊരു സാധനം നേരുന്നു. ഇനി ഒരു അടിപൊളി ഒരു ബ്ലോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അടിച്ചു പിടിച്ചേക്കുക. എന്നാലേ ഞങ്ങളുടെ പുറകെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ആ ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുന്നതിനൊപ്പം ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതോടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു സൂൺ.